ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ രഥയാത്രാ ഉത്സവത്തിനിടെ കഴിഞ്ഞ ദിവസം രാത്രി തിക്കിലും തിരക്കിലും അപകടം സംഭവിച്ചു. ബാലഭദ്ര ഭഗവാന്റെ രഥം വലിക്കാൻ വൻ ജനക്കൂട്ടം എത്തിയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 500-ലധികം പേർക്ക് പരിക്കേറ്റതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രഥങ്ങളിലൊന്നായ തലധ്വജ രഥം വലിക്കുന്ന ആചാരപരമായ ആഘോഷത്തിനിടെയാണ് അപകടം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. തലധ്വജ രഥം വലിക്കുന്ന കയറുകൾ പിടിക്കാൻ ഭക്തർ കൂട്ടത്തോടെ ഓടിയെത്തിയതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണമായതെന്നാണ് വിവരങ്ങൾ. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 8 പേരുടെ നില ഗുരുതരമാണെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സായുധ പോലീസ് സേനയുടെ 8 കമ്പനികൾ ഉൾപ്പെടെ ഏകദേശം 10,000 ഉദ്യോഗസ്ഥരെയാണ് നഗരത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. ഒഡീഷയിലെ പുണ്യനഗരമായ പുരിയിൽ ജൂൺ 27-നാണ് ജഗന്നാഥപുരി രഥയാത്ര ആരംഭിച്ചത്. വളരെ ഗംഭീരമായും ഉത്സാഹത്തോടെയും ആഘോഷിക്കുന്ന അതിശയകരവും ഊർജ്ജസ്വലവുമായ ഒരു ഉത്സവമാണിത്. ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ പുണ്യനഗരം സന്ദർശിക്കുകയും അത്യധികമായ സന്തോഷത്തോടും ഉത്സവം ആഘോഷിക്കുകയും രഥയാത്രയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇത് വെറുമൊരു ഉത്സവമല്ല, മറിച്ച് എല്ലാ വർഷവും നടക്കുന്ന ഒരു ആത്മീയ സംഭവമാണ്. അത് ഭഗവാൻ വിഷ്ണുവിന്റെ മറ്റൊരു രൂപമായ ജഗന്നാഥനുമായി ദീർഘകാല ബന്ധം സൃഷ്ടിക്കുന്നു. ക്ഷേത്രത്തിന്റെയും പ്രദേശത്തിന്റെയും ഊർജം വ്യത്യസ്തവും ദിവ്യവുമാണ്. ആളുകൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനും കഴിയും. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് ഈ ദിവസം ഹിന്ദുക്കൾക്കിടയിൽ വലിയ മതപരവും ആത്മീയവുമായ പ്രാധാന്യമാണുള്ളത്. ഭഗവാനെ ഒരു ദർശനത്തിനായി രഥയാത്രയിൽ പങ്കെടുക്കുന്ന ഭക്തരെ അനുഗ്രഹിക്കാൻ ഭഗവാൻ ജഗന്നാഥൻ ശ്രീകോവിലിൽ നിന്ന് രഥത്തിൽ പുറത്തു വരുന്ന വളരെ ശക്തമായ ദിവസമാണിത്. എല്ലാ ഭക്തരെയും അദ്ദേഹം കാണുകയും എല്ലാ ലൗകിക സുഖങ്ങളും ആത്മീയ പ്രബുദ്ധതയും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ബമാദേവ് സംഹിത പ്രകാരം ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ 7 ദിവസം നീണ്ട ദർശനം നടത്തുന്ന ഭക്തർ മരണശേഷം മോക്ഷം നേടുകയും നേരിട്ട് വൈകുണ്ഠധാമിലേക്ക് പോവുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഉത്സവം ഒരു സാംസ്കാരിക പരിപാടിയേക്കാൾ കൂടുതലാണ്. ഈ പ്രപഞ്ചത്തിന്റെ സംരക്ഷകൻ തന്റെ ഭക്തരുടെ പാപങ്ങൾ നീക്കം ചെയ്യാൻ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വന്ന് ക്ഷേത്ര പരിസരത്ത് അത്ഭുതകരമായ ഒരു ദിവ്യശക്തി ആളുകൾ അനുഭവിക്കുകയും ചെയ്യുന്നു. അവിടെ സന്നിഹിതരായ ആളുകൾ പോലും രഥം സ്പർശിച്ച് കയർ പിടിച്ച് രഥം വലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ആഷാഢമാസത്തിൽ ആഘോഷിക്കുന്ന ഒരു വാർഷിക ഉത്സവമാണ് ജഗന്നാഥ രഥയാത്ര. ഒഡീഷയിലെ പുരിയിൽ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണിത്. ഭഗവാൻ വിഷ്ണുവിന്റെ മറ്റൊരു മനോഹരമായ രൂപമായ ജഗന്നാഥ സമർപ്പിച്ചിരിക്കുന്ന രഥോത്സവമെന്നും ഈ ഉത്സവം അറിയപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള നിരവധി ഭക്തർ ഉത്സവത്തിൽ പങ്കെടുക്കുവാനും ഭഗവാൻ ജഗന്നാഥന്റെ അനുഗ്രഹം തേടാനും ഈ പുണ്യസ്ഥലം സന്ദർശിക്കുന്നു. ഹിന്ദുമതത്തിൽ ഈ ഉത്സവത്തിന് വലിയ മതപരവും ആത്മീയവുമായ പ്രാധാന്യമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.